ജൂൺ അവസാനിക്കാനാണ് പോണത്. മഴ ഒരു പെയ്ത്തും പെയ്ത് ഒരു പോക്ക് പോയതാ. പിന്നെ ഈ പരിസരത്തേക്കേ ഇല്ല. മഴ പെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് ചാറി പോണതാണ്, അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പൂച്ചക്കുട്ടന്മാരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ ഓടിപ്പോയത് കണ്ട. അവൻ എൻ്റെ മാത്രം സ്വത്തല്ല, ഈ നാടിൻ്റെ മൊത്തം സ്വത്താണ്. അവൻ എല്ലാ വീട്ടിലും അവനൊരു സീറ്റുണ്ട്. അപ്പോൾ ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് എത്തിച്ച് നോക്കാൻ പോയതാ. അവൻ പോയത് കുട്ടപ്പൻ ഇരുന്ന് നോക്കുക. അപ്പം എനിക്ക് കുട്ടപ്പനെ പാവം തോന്നിയിട്ടാ. ഇതിന് അങ്ങനെ ഓടി നടക്കാനും അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യമൊന്നും ഇല്ലല്ലോ, അങ്ങനെ വിടാനും പറ്റില്ല. അപ്പോൾ ഒരു പാവത തോന്നി. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി. കുറച്ച് തൂപ്പൊക്കെ നിൽക്കണുണ്ട് വഴിയിലേക്ക് ചെരിഞ്ഞിട്ട്, അപ്പുറത്തെ പറമ്പിലത്തെ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വന്നതാണ്. ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ നടന്നു വരും. അപ്പോൾ 2 പിള്ളേർ സ്കൂളിലേക്കൊക്കെ പോണത് കണ്ടു. അപ്പോൾ എൻ്റെ 2 മക്കളെയും ഇവിടെയാണ് ഞങ്ങൾ വണ്ടി കാത്ത് നിൽക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഈ റിങ് വെച്ച് നോക്കണുണ്ട്, അതുമ്മ ബാഗ് വെച്ച് ഇങ്ങനെ കാത്തിരിക്കും. അതൊക്കെ ഒരു ഓർമ്മയായി ഇപ്പോൾ. അങ്ങനെ നോക്കിക്കുമ്പോണ്ട് ആശാൻ്റെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ബാക്കി ഓരോ വീടുകളിലേക്കുള്ള സന്ദർശനം തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴങ്ങോട്ട് എത്തി നോക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് വല്ലതും കിട്ടുമോ. ഞങ്ങൾ മീൻ വാങ്ങിക്കൽ കുറവാണ്. ഈ വീട്ടുകാരാണെങ്കിൽ അത്യാവശ്യം മീനൊക്കെ മേടിക്കും. അപ്പോൾ ഇറച്ചി മീനൊക്കെ അവന് കാര്യമായിട്ട് കിട്ടുന്നത് ആ വീട്ടിൽ നിന്നാണ്. പിന്നെ വീടുകളിൽ മീൻ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണം പിടിച്ച് അങ്ങോട്ടും ചെല്ലും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടപ്പൻ്റെ തീറ്റയുള്ള കാരണം ആൾക്ക് കുശാല. അപ്പോൾ ഇതാണ് മെയിൻ റോഡ്. പിന്നെ ആ തൂപ്പൊക്കെ നിൽക്കണ കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കിടക്കാനുള്ള വഴി. ഒരു ഓട്ടോറിക്ഷയൊക്കെ പോവും, അത്ര തന്നെയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവൻ്റെ പിന്നാലൊക്കെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം പുല്ലൊക്കെ ഞാൻ പറിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് വഴി കിടക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ഭാഗം കൂടി എനിക്ക് വെടുപ്പാക്കാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തൂപ്പ്. അപ്പുറത്തെ പറമ്പിലത്തെ തൂപ്പ് ഇങ്ങോട്ട് വഴിയിലേക്ക് കടന്ന് നിൽക്കണം. ഇതൊന്ന് വെട്ടണം. എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ. അത് രേൺഷാട്ടം കൂടെ ഉണ്ടെങ്കിൽ ആ വക പണികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടണം. ഇപ്പോൾ ഓടി വന്നിട്ട് പെട്ടെന്ന് സ്റ്റക്കായിട്ട് നിന്നു. കുട്ടപ്പന കണ്ടിട്ട് സ്റ്റക്കായതാട്ടോ. ഞാൻ എന്താണാവോന്ന് വെച്ചു. ഈ ഇല ഗന്ധപാലയുടെ ഇലയാണ്, അറിയോ? കുറച്ച് ഗുണങ്ങളൊക്കെയുള്ള ഇലയാണ്. മുടിക്കൊഴിച്ചിലൊക്കെ മാറുമെന്ന് പറയണു. എനിക്കതങ്ങനെ വലിയ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. വെളിച്ചെണ്ണയിൽ വെയിലത്ത് ഈ ഇലയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ കളറും മാറും, ഒരു വയലറ്റ് കളറൊക്കെ കിട്ടും. എനിക്കങ്ങനെ ഗുണമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ദേഹത്ത് വല്ല ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെളിച്ചെണ്ണയിലിട്ട് അപ്പം തേക്കുമ്പോൾ റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുടിക്കൊഴിച്ചിൽ അതിനത്രയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മറ്റുള്ളവർക്ക് തോന്നിയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ മുറ്റത്ത് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും മഴയൊക്കെ ചാറിയിട്ടാണ്. അപ്പോൾ ഞാനവിടെ ഫോൺ സെറ്റപ്പാക്കി ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് കടന്നതാണ്. അപ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയ വഴി എൻ്റെ പിന്നാലെ തന്നെ വന്നു. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇവന്മാർ മഴയത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളത്. അതിനുള്ള ധൈര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ എന്നേലും മുന്നേ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ് അവിടെ വെള്ളം കണ്ടപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഭയങ്കര മഴയൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ചാറുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇവരുടെ അടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങോട്ട് അകത്ത് കയറി ബാക്കി ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ രാവിലത്തെ കാപ്പിക്കുടിയും കാര്യങ്ങളും മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഉച്ചയ്ക്ക് ചോറ് കറി അതിൻ്റെ പണികൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഉള്ള സമയം ഞാനിങ്ങനെ കുറച്ച് സമയമൊക്കെ ഇവരെ കൂടെ നിൽക്കും. അപ്പോൾ ഈ മരച്ചില്ലകൾക്കിടയിൽ കാണുന്നതാണ് കേട്ടോ വീട്. ആ മഞ്ഞ ലൈനിട്ടിട്ടുള്ളത് അതാണ് ഞങ്ങളുടെ വീട്. പൂച്ചയും അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങണ ഒരു കുഞ്ഞൊരു വീട്. പിന്നെ നോക്കുമ്പോൾ ഇവനാകെ മൊത്തം കുട്ടപ്പന കണ്ടിട്ട് കളിക്കാനാണോ കടിക്കാനാണോ എന്നൊരു പിടുത്തല്ലാണ്ട് ദേഷ്യം വന്ന് നിൽക്കണ്. കുട്ടപ്പൻ എന്തായാലും കളിക്കാനുള്ള മൂഡിലാണ്. ഇവൻ ആ മൂഡെല്ലാം തോന്നുന്നുണ്ട്. ഇവൻ 2 കൊടുക്കാനുള്ള മൂഡിലാണ് നിൽക്കണ്ടായിരുന്നത്. എന്താണെന്നറിയാനില്ല, ഇങ്ങനെ ചെയ്യാറില്ല. ആദ്യമായിട്ടാണ് കുട്ടപ്പൻ്റെ അടുത്ത് ഇങ്ങനെ വീർത്ത് കെട്ടി നിൽക്കണത്. ഈ ഒരു സമയത്ത് എനിക്കിതിനെ പിടിക്കാൻ നല്ല പേടിയാണ്. ഇത് കടിക്കാനായിട്ട് വരും. അപ്പോൾ അവരെന്തായാലും നല്ല ചാർജായിട്ട് നിൽക്കല്ലേ. കടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോയിസൺ അടിക്കും.
നിലവിൽ ഇതിന് വേറെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഞാനൊന്ന് തട്ടി നോക്കിയതാ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. കണ്ടല്ലേ കൂട്ടുമ്പോൾ കളിക്കേണ്ട ഒരു മൂഡിലായിരുന്നു, പക്ഷെ അവൻ തിരിച്ച് ഒരെണ്ണം കൊടുക്കാനുള്ള മൂഡിലായിരുന്നു. അപ്പോൾ മക്കൾ രണ്ടാളും കൂടി പുറത്തേക്കൊന്ന് പോവാണ്. ആദ്യം നമ്മൾ 4 ആൾ ഒരുമിച്ചാണ് ഈ വണ്ടിമേലൊന്ന് പോയിരുന്നത്. ഇപ്പോൾ ഇവർ വലുതായപ്പോൾ ഇപ്പം ഇങ്ങനെ ഈ പോക്ക്, ഇവർ ഒരു ട്രിപ്പ് പോവും, ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോവും, അങ്ങനെ ഇട്ടപ്പോഴത്തെ ഒരു പോക്ക്. ഒരു സമയത്ത് കാറ് വാങ്ങിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടും കുഴപ്പമില്ല, കാറൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. ഇപ്പം എന്തായാലും അതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. എന്തായാലും ഇനി ഇവർ പഠിച്ച് ഒരു ജോലി നേടാൻ തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം ഇവരാണ്. അല്ലാണ്ട് ഇപ്പോൾ എന്തായാലും കാറിനൊന്നും പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അങ്ങോട്ട് ചിന്തിക്കാനേ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ വിട്ടു. ഇവർ പഠിച്ചൊരു നിലയിലെത്തട്ടെ എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥന. വേറെ ഇപ്പോൾ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആ വഴിയിലുള്ള തൂപ്പ് മുഴുവൻ കംപ്ലീറ്റ് വെട്ടി വെടുപ്പാക്കി. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. എത്രയായാലും ഈ വഴി കാണിച്ചതല്ലേ, അപ്പോൾ അത് ക്ലീൻ ആയിട്ടുള്ളതും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ച് എടുത്തതാ. ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ, ആകെ കൂടി 3.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഈ നടന്നു വരുന്ന വഴിയും അതാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് വെടുപ്പാക്കാനുള്ളത്. പിന്നെ ചുറ്റും നല്ല പറമ്പുകളായ കാരണം അത്യാവശ്യം പാമ്പുകളും ഉണ്ട്. അപ്പം എപ്പോഴും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ വല്ല പുല്ലിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ കാണില്ല. ഈ ഒരു ഏരിയയും കൂടി എനിക്ക് വെടുപ്പാക്കാനുണ്ട് കേട്ടോ. അത്രയും ഭാഗങ്ങൾ എൻ്റെ ഒരുവിധം കഴിഞ്ഞു, ഈ ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.